ഐഫോൺ ഉപയോഗിച്ച് നമുക്ക് നല്ല വീഡിയോസ് തന്നെ ക്യാപ്ചർ ചെയ്യാൻ സാധിക്കും. എന്നാൽ ഡിഫോൾട്ട് ക്യാമറ ആപ്പിനകത്ത് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. നമുക്ക് വൈറ്റ് ബാലൻസ് കൺട്രോൾ ചെയ്യാൻ സാധിക്കത്തില്ല, ഷട്ടർ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ സാധിക്കത്തില്ല. ഇങ്ങനെ കുറേ പ്രോബ്ലംസ് നമ്മുടെ ഡിഫോൾട്ട് ആപ്പിനകത്തുണ്ട്. ഈ പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്യാൻ വേണ്ടി ആപ്പിൾ പുതിയതായിട്ടൊരു ആപ്പ് റിലീസ് ചെയ്തിട്ടുണ്ട്, ഫൈനൽ കട്ട് ക്യാമറ. ആപ്പിൾ ഒഫീഷ്യലി റിലീസ് ചെയ്തൊരു ആപ്പ് തന്നെയാണിത്. ഈ ഒരു ആപ്പ് ഐഫോണിലും ഐപാഡിലും അവൈലബിൾ ആയിരിക്കും. 2 ദിവസം മാത്രമേ ആയിട്ടുള്ളൂ ഈ ലോഞ്ച് നടത്തിയിട്ട്. 68.3 MB ആണ് ഈ ഒരു ആപ്പിൻ്റെ സൈസ്. നിങ്ങളുടെ ഡിവൈസ് 17.4 ലേറ്റർ ആണെങ്കിൽ മാത്രമേ ഈ ഒരു ആപ്പ് സപ്പോർട്ട് ചെയ്യൂ. ആപ്പ് ഓപ്പൺ ചെയ്യാൻ നേരം ഒരു വെൽക്കം സ്ക്രീൻ വരും. നമുക്ക് കണ്ടിന്യൂ ടാപ്പ് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ക്യാമറയുടെയും മൈക്രോഫോണിൻ്റെയും പെർമിഷൻസ് കൊടുക്കണം. 2 പെർമിഷൻസും കൊടുത്തു. അതേപോലെ തന്നെ ലൊക്കേഷൻ്റെ പെർമിഷൻ ചോദിക്കുന്നുണ്ട്. ആപ്പ് ഓപ്പൺ ചെയ്യാൻ നേരം ഈ ഒരു ഇൻ്റർഫേസ് ആണ് വരുന്നത്. ഡിഫോൾട്ട് ക്യാമറ ആപ്പിൻ്റെ സെയിം ലേഔട്ട് തന്നെയാണ് വരുന്നത്. നമുക്ക് ഓരോരോ ടൂൾസായിട്ട് പരിചയപ്പെടാം. മുകളിൽ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അവിടെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മൾട്ടി ക്യാമറ ഉപയോഗിച്ച് നമുക്ക് വീഡിയോസ് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. നമുക്ക് ഇതിനെപ്പറ്റി അവസാനം സംസാരിക്കാം. ഇവിടെ നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് കാണാൻ പറ്റും. HEVC, HDR, 4K, FPS എന്നീ കാര്യങ്ങൾ നമുക്ക് ഇവിടുന്ന് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. എൻ്റെ ഐഫോൺ XR നമുക്ക് HEVC എന്ന ഫോർമാറ്റിൽ മാത്രമേ വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. നമുക്ക് വേറെ ഫോർമാറ്റ് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ SDR. പിന്നെ നമുക്ക് ക്വാളിറ്റി സെറ്റ് ചെയ്യാം. നമുക്ക് 4K വരെ ഈ ഒരു ഡിവൈസ് സപ്പോർട്ട് ചെയ്യും. ഞാനിപ്പോൾ 4K ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ അടുത്തത് FPS ആണ്. 4K 16 FPS വരെ വീഡിയോസ് ക്യാപ്ചർ ചെയ്യാം. ഞാനിപ്പോൾ 16 FPS ആക്കുമ്പോൾ ഇവിടെ ടൈമിംഗ് മാറുന്ന കാണാൻ പറ്റും. നമ്മൾ സെലക്ട് ചെയ്യുന്ന സെറ്റിങ്സ് അനുസരിച്ച് നമ്മുടെ റെക്കോർഡിംഗ് ടൈമിലും വ്യത്യാസം വരും. ഈ ഒരു സെറ്റിങ്സിൽ ഇപ്പോൾ 1 hour 7 minute മാത്രമേ റെക്കോർഡ് ചെയ്യാൻ സാധിക്കൂ. ഞാൻ അതിനെ ഇപ്പോൾ 13 FPS ആക്കി കഴിഞ്ഞാൽ 2 hour 14 minute റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. നമ്മുടെ സെറ്റിങ്സിനെ ബേസ് ചെയ്ത് ടൈമിൽ ചേഞ്ചസ് വരും. ഓഡിയോ ബാർ കാണാൻ പറ്റും. നമ്മൾ സംസാരിക്കുന്ന അനുസരിച്ച് ആ ഒരു വേവ് ചേഞ്ചസ് വരും. ഞാനിവിടെ ഇപ്പോൾ മിണ്ടായിരുന്നപ്പോൾ ആ ഒരു വേവ് ക്ലോസ് ആയിട്ടുണ്ട്. ഇത്ര ഓപ്ഷൻസാണ് മുകളിൽ വരുന്നത്. നമുക്കിത് ക്ലോസ് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് സെറ്റിങ്സ് കാണാൻ പറ്റും. അവിടെ ടാപ്പ് ചെയ്യാം. മുകളിൽ കൺട്രോൾ ചെയ്ത കാര്യങ്ങളൊക്കെ അവിടെയും കൺട്രോൾ ചെയ്യാൻ സാധിക്കും. പിന്നീട് വരുന്നത് സ്റ്റെബിലൈസേഷൻ ആണ്. ഈ ഒരു വീഡിയോയുടെ സ്റ്റെബിലൈസേഷൻ ഓൺ ചെയ്യാൻ സാധിക്കും, ഓഫ് ചെയ്യാൻ സാധിക്കും. സ്റ്റെബിലൈസ് ചെയ്യുമ്പോൾ ചെറിയൊരു ക്രോപ്പ് വരുന്നുണ്ട്. അതേപോലെ തന്നെ മിറർ ഫ്രണ്ട് ക്യാമറയും ഓണും ഓഫും ചെയ്യാൻ ഓപ്ഷൻ അവൈലബിൾ ആണ്. പിന്നെ ഇവിടെ ഫൈനൽ കട്ട് ക്യാമറ ഹെൽപ്പ്, സർവീസ് ആൻഡ് സപ്പോർട്ട്, ഫീഡ്ബാക്ക് എന്നീ ഓപ്ഷൻസ് ആണ് വരുന്നത്. ടൂൾസ് എന്ന സെക്ഷനിൽ നമുക്ക് ഗ്രിഡ് ഓവർലേ എനേബിൾ ചെയ്യാൻ സാധിക്കും. ഇവിടെ ഇപ്പോൾ ഗ്രിഡ് ഓവർലേ വന്നിട്ടുണ്ട്. അതിനെ തന്നെ നമുക്ക് 2 രീതിയിൽ സെറ്റ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ സ്ക്വയർ എന്ന രീതിയിലും ഓവർലേ സെറ്റ് ചെയ്യാൻ സാധിക്കും. 4:3 എന്ന റേഷ്യോയിലും ഓവർലേ സെറ്റ് ചെയ്യാൻ സാധിക്കും. സ്ക്വയർ എന്ന രീതിയിൽ സെറ്റ് ചെയ്യുമ്പോൾ ഇതേ രീതിയിൽ ഓവർലേ വരും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് സെറ്റ് ചെയ്യാം. പിന്നെ ഓഡിയോയുടെ സെറ്റിങ്സ് ആണ് വരുന്നത്. ഞാനിവിടെ ഇപ്പോൾ എക്സ്റ്റേണൽ മൈക്രോഫോൺ ഒന്നും കണക്ട് ചെയ്തിട്ടില്ല. എക്സ്റ്റേണൽ മൈക്രോഫോൺ കണക്ട് ചെയ്യുമ്പോൾ ഇവിടെ സെലക്ട് ചെയ്യാൻ ഓപ്ഷൻ വരും. ആ ഒരു മൈക്രോഫോൺ ഉപയോഗിച്ച് നമുക്ക് വീഡിയോസിനെ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ നമുക്ക് എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്കിലേക്ക് അല്ലെങ്കിൽ എക്സ്റ്റേണൽ സ്റ്റോറേജ് ഡിവൈസിലേക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. നമുക്ക് ടൈപ്പ് സി ആണെങ്കിൽ SSD ഒക്കെ കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ പെൻ ഡ്രൈവർ കണക്ട് ചെയ്യാം. കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് താഴെ ഒരു ഓപ്ഷൻ വരും. ആ ഒരു ഓപ്ഷനിൽ ടാപ്പ് ചെയ്തുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് എക്സ്റ്റേണൽ ഡിവൈസിലേക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. ഇവിടെ നമുക്ക് സൂം ചെയ്യാനുള്ള ഓപ്ഷനാണ് വരുന്നത്. നമുക്ക് സൂം ഇന്നും സൂം ഔട്ടും ചെയ്യാൻ സാധിക്കും. വളരെ സ്മൂത്ത് ആയിട്ടാണ് സൂം ആകുന്നത്. നമുക്ക് വീഡിയോസ് റെക്കോർഡ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ സൂം ചെയ്ത് ഓരോ വിഷ്വൽസിനെ ക്യാപ്ചർ ചെയ്യാൻ സാധിക്കും. ഈ ഒരു ഡിവൈസിൽ 26 mm ലെൻസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അതുകൊണ്ടാണ് അത് മാത്രം ഷോ ചെയ്യുന്നത്. നിങ്ങളുടെ ഡിവൈസിൽ മറ്റു ലെൻസുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം അവിടെ ഷോ ചെയ്യും. ഇതേ രീതി നമുക്ക് സൂം ഇന്നും സൂം ഔട്ടും ചെയ്യാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് ഒരു ആരോ കാണാൻ പറ്റും. അവിടെ ടാപ്പ് ചെയ്യാം. അവിടെ ടാപ്പ് ചെയ്യുമ്പോൾ മറ്റ് ഓപ്ഷൻസ് വരും. ഫസ്റ്റ് വരുന്നതാണ് വൈറ്റ് ബാലൻസ്. ഈ ഒരു ബാർ ഉപയോഗിച്ച് നമുക്ക് വൈറ്റ് ബാലൻസിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഓട്ടോയിൽ ടാപ്പ് ചെയ്യാം. ഓട്ടോയിൽ ടാപ്പ് ചെയ്യാൻ നേരം കൂടുതൽ ഓപ്ഷൻസ് വരും. ഇവിടെ ഇപ്പോൾ ഓട്ടോമാറ്റിക് ആണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഫിക്സ്ഡ് വൈറ്റ് ബാലൻസ് ആക്കാൻ പറ്റും. അതേപോലെ തന്നെ കുറേ പ്രീസെറ്റ്സ് അവൈലബിൾ ആണ്. ഡേ ലൈറ്റ്, ഷാഡോ, ക്ലൗഡി, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. അത് ഉപയോഗിച്ച് നമുക്ക് വൈറ്റ് ബാലൻസിനെ സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇത്രയുമാണ് വൈറ്റ് ബാലൻസിൻ്റെ ഓപ്ഷൻസ് വരുന്നത്. പിന്നീട് വരുന്നത് എക്സ്പോഷറിൻ്റെ ആണ്. എക്സ്പോഷർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഓട്ടോ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഷട്ടർ സ്പീഡിനെയും ISOയും കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഇവിടെ മാനുവലാണ് കിടക്കുന്നത്. അത് നമുക്ക് ഓട്ടോ ആക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ മാനുവലായിട്ടും ഓട്ടോമാറ്റിക്കായിട്ടും നമുക്ക് എക്സ്പോഷറിനെയും ISOയും കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ലാസ്റ്റ് വരുന്നതാണ് ഫോക്കസ്. നമുക്ക് ഫോക്കസിനെ സെറ്റ് ചെയ്യാം. ഓരോ ഒബ്ജക്റ്റ് വരുന്ന സമയത്ത് അതിൻ്റെ ഫോക്കസിന് നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ഫോക്കസിന് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും.
ഇവിടെ മാനുവലും ഓട്ടോയും അവൈലബിൾ ആണ്. ഈ ഒരു ലേഔട്ടിനെ ലെഫ്റ്റിനും റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ സാധിക്കും. നമ്മളിപ്പോൾ റൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതെല്ലാം റൈറ്റിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു രീതി ഫോൺ ഹോൾഡ് ചെയ്തുകൊണ്ട് വീഡിയോസ് ക്യാപ്ചർ ചെയ്യാൻ സാധിക്കും. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സെറ്റ് ചെയ്യാം. ഈ ഒരു ആപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് ലൈവ് മൾട്ടി ക്യാമറ സെറ്റ് ചെയ്യാൻ സാധിക്കും. ഐപാഡിനകത്ത് ഫൈനൽ കട്ട് എന്ന ഒരു വീഡിയോ എഡിറ്റർ ഉണ്ട്. ആ ഒരു വീഡിയോ എഡിറ്ററും നമ്മുടെ ഡിവൈസുമായിട്ട് കണക്ട് ചെയ്യുക. കണക്ട് ചെയ്യുന്ന ടൈമിൽ ഒന്നിൽ കൂടുതൽ ആംഗിളിൽ നമുക്ക് ഐഫോൺസിനെ പ്ലേസ് ചെയ്തുകൊണ്ട് സെയിം ടൈമിൽ നമുക്ക് വീഡിയോസ് ക്യാപ്ചർ ചെയ്യാൻ സാധിക്കും. അതിൻ്റെ ഓപ്ഷൻസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഐപാഡ് അവൈലബിൾ അല്ല, അതേപോലെ തന്നെ ഒരു ഐഫോൺ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ആ ഒരു ഫീച്ചർ നിങ്ങളോട് ഷോ ചെയ്യാൻ സാധിക്കാത്തത്. 4 ആംഗിൾ ഉണ്ടെങ്കിൽ 4 ആംഗിളിലും നമുക്ക് ഐഫോൺസിനെ പ്ലേസ് ചെയ്യാം. ഇതിൻ്റെ പ്രിവ്യൂ നമുക്ക് ഐപാഡിൽ കാണാൻ സാധിക്കും. അങ്ങനെ നമുക്ക് സെയിം ടൈമിൽ ആ ഒരു 4 ആംഗിളിൽ നിന്നും വീഡിയോസിനെ ക്യാപ്ചർ ചെയ്യാൻ സാധിക്കും. ഇതാണ് ആ ഒരു ഓപ്ഷൻ വരുന്നത്. ഈ ഒരു ഓപ്ഷനിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ട് ക്യാമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ സാധിക്കും. ഞാനിവിടെ വീഡിയോ റെക്കോർഡ് ചെയ്യാം. വീഡിയോ റെക്കോർഡിംഗ് സ്റ്റാർട്ടായിട്ടുണ്ട്. ടൈം ഷോ ചെയ്യുന്നുണ്ട്. എത്ര ടൈം റെക്കോർഡ് ചെയ്യാമെന്ന് കാണിക്കുന്നുണ്ട്. ഓഡിയോ കാണിക്കുന്നുണ്ട്. പിന്നെ നേരത്തെ ടൂൾസ് ഉണ്ട്. അതേപോലെ തന്നെ വൈറ്റ് ബാലൻസ്, എക്സ്പോഷർ, ഷട്ടർ സ്പീഡ് എന്നിവ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും വരുന്നുണ്ട്. നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന വീഡിയോസ് ഇവിടെ ടാപ്പ് ചെയ്താൽ കാണാൻ സാധിക്കും. ഈ ഒരു ഓപ്ഷനിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനെ ഐപാഡിലേക്ക് ഡയറക്റ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ ഐപാഡിലുള്ള ഫൈനൽ കട്ട് പ്രോയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. ഇവിടെ പ്ലേ ചെയ്യാനും മ്യൂട്ട് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും വരുന്നുണ്ട്. സേവ് വീഡിയോ കൊടുത്താൽ മാത്രമേ ഗാലറിയിൽ സേവ് ആകത്തുള്ളൂ. ഈ ഒരു വീഡിയോയുടെ സൈസ് വന്നിരിക്കുന്നത് 88.6 MB ആണ്. ഡയറക്റ്റായിട്ട് ഫോട്ടോ ആപ്പിനകത്ത് സേവ് ആകത്തില്ല. നമ്മൾ വീഡിയോ സേവ് ചെയ്താൽ മാത്രമേ ഫോട്ടോ ലൈബ്രറിയിലേക്ക് സേവ് ആകത്തുള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് ഫൈനൽ കട്ട് ക്യാമറ എന്ന ഈ ഒരു ആപ്പിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ ഓവറോൾ നല്ലൊരു ആപ്പ് തന്നെയാണ്. നമ്മൾ ഇത്രയും നാളും തേർഡ് പാർട്ടി ആപ്സുകൾ യൂസ് ചെയ്താണ് ഈ ഫീച്ചേഴ്സ് എല്ലാം യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ആപ്പിൾ സ്വന്തമായിട്ട് ആപ്പ് റിലീസ് ചെയ്തിരിക്കുകയാണ്. ഇത്ര മാത്രമായിരുന്നു ഇന്നത്തെ വീഡിയോ. വീഡിയോയിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചാനൽ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. എനിക്ക് മെസ്സേജ് അയക്കാം. ഞാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും. കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കണ്ടുമുട്ടാം.